ഹലോ, അപ്പോൾ പറഞ്ഞതിലും കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കാര്യം വേറെ ഒന്നല്ല, എൻ്റെ ഫോണിൻ്റെ പ്രശ്നം കൊണ്ടായിരുന്നു. അപ്പോൾ എത്ര സ്റ്റിച്ചിങ് അറിയാത്തവർക്കും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നെക്ക് വെച്ചിട്ടുള്ള ഒരു കോട്ടൺ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു നെക്കുള്ള ഒരു ചുരിദാർ എടുക്കുക. ഞാൻ അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളല്ല, ഞാനൊരു സ്റ്റിച്ചിങ് പഠിച്ച ആളല്ല. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാറുള്ളത്. ഞാനിതാ ഷോൾഡർ പോയിൻറ്റും ആം ഹോളും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിൽ 1 ഇഞ്ച് വിട്ടിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതൊരു എൽ ഷേപ്പിൽ വരഞ്ഞെടുക്കണം. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അധികമായിട്ട് എടുക്കുന്നത് ഒരു 2 ഇഞ്ചോളം അല്ലെങ്കിൽ 1.5 ഇഞ്ച് എടുക്കാം. നിങ്ങളുടെ തുണിക്കനുസരിച്ച് എടുക്കാം. ഞാൻ 1.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. എന്നിട്ട് എൽ ഷേപ്പിലൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജോയിൻ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ കോർണറിൽ നിന്നും ഒരു 2 ഇഞ്ച് മാറിയിട്ട് കൈക്കുഴി വരഞ്ഞെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഈ കോർണറിൽ നിന്നും 2 ഇഞ്ച് മാറിയിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതൊന്ന് ജോയിൻ്റ് ചെയ്ത് വരച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ യോക്ക് പോർഷൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 13.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 14 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് അതായത് തുന്നാനുള്ള അതുകൂടി ബാക്കി വെച്ചിട്ട് എന്നിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 14 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് അതൊന്ന് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം എടുത്ത അളവ് എന്ന് പറയുന്നത് റെഡിമെയ്ഡ് ആയതുകൊണ്ട് തന്നെ അതൊരു ഷേപ്പില്ലാത്ത ചുരിദാറാണ്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ടുള്ളൊരു ഷേപ്പിലുള്ളൊരു ചുരിദാർ എടുത്തിട്ടുണ്ട്. ഇതെനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. സെയിം മോഡലുള്ള എൻ്റെ അടുത്തുണ്ട്. അതേ പാറ്റേണിൽ എൻ്റെ ഏട്ടത്തമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കൈക്കുഴി വരഞ്ഞതിൻ്റെ കുറച്ച് പുറത്തൂടിയായിട്ട് ഒരു വര കൂടെ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വരച്ച ആ വരയിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ യോക്ക് പോർഷൻ്റെ ഈ ഒരു മുകളിലത്തെ ഭാഗം ഒന്ന് സെൻറ്ററിലൊരു വെട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് ജോയിൻ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് വേർപെടുത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ 2 പീസ് നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലത്തെ ആം ഹോള് അതായത് കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടേണ്ടതുണ്ട്. ആദ്യം വരച്ചതിൽ നിന്നും ഒരു 1/2 ഇഞ്ച് ഉള്ളോട്ടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് പുറത്തുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നെക്കാണ് വരച്ചെടുക്കേണ്ടത്. നമ്മുടെ ചുരിദാർ ഒന്ന് നടുവിലൂടെ മടക്കുക. എന്നിട്ട് മുകളിലും താഴെയും ആ നെക്ക് പോർഷൻ വരുന്ന ഭാഗം ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്രണ്ടിൽ ഒരു ചെറിയ ഓപ്പൺ ഇടുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സെൻറ്റർ പോയിൻറ്റിൽ നിന്നും 1 സെൻറ്റിമീറ്റർ മാറിയിട്ട് ഒരു വരയിടുക. എന്നിട്ട് താഴോട്ടേക്ക് നമ്മൾ 7 സെൻറ്റിമീറ്ററാണ് കേട്ടോ എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നേരെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അവിടെ ഒന്ന് ജോയിൻ്റ് ചെയ്തിട്ട് ഒരു കർവ് രൂപത്തിലേക്ക് മാറ്റിയിട്ട് എടുക്കുക. കർവ് രൂപത്തിലേക്ക് ഒന്ന് വരച്ചെടുക്കുക ഇതുപോലെ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സെൻറ്ററിലൂടെ മടക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലും ഇതേ മാർക്കിങ് വരും. അപ്പോൾ നമുക്ക് കറക്റ്റ് കഴുത്തിൻ്റെ അളവ് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കഴുത്തിൻ്റെ മോഡൽ വരുന്നത്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്ക് പീസ് ബാക്ക് കഴുത്തും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. നമ്മുടെ നെക്കിൻ്റെ അളവ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക കേട്ടോ. മുകളിൽ 1 ഇഞ്ച് വിട്ടിട്ടാണ് ഇതുപോലെ വരച്ചെടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ പ്രസ് ചെയ്തിട്ട് ഒന്നുകൂടെ വരച്ചെടുക്കുക കേട്ടോ. 2 സൈഡും ഒരേപോലെയുള്ള അളവ് കിട്ടും. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ലൈനിങ് കട്ട് ചെയ്തെടുക്കലാണ്. ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ലൈനിങ് കട്ട് ചെയ്തെടുക്കുക. യോക്ക് പോർഷനിൽ മാത്രമാണ് ലൈനിങ് കൊടുക്കുന്നത്, താഴോട്ടേക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാക്ക് കഴുത്തിൻ്റെ ഞാനിപ്പോൾ വരയുന്നത് പോലെയാണ് കഴുത്തിൻ്റെത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അവിടെ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വരഞ്ഞ വരയിലൂടെയാണ് നെക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വെട്ടിയതുപോലെ ആണ് നിങ്ങൾ കഴുത്ത് പീസ് വെട്ടിയെടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ
കൈയുടെ തുണി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. കൈ നിങ്ങൾക്ക് നിങ്ങളുടെ അളവിലുള്ളത് അതേപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതുപോലെ, അതായത് താഴെ 2.5 ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്തിട്ട് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൈ തന്നെ വെച്ചിട്ട്, ചുരിദാറിൻ്റെ കൈ തന്നെ വെച്ചിട്ട് ആം ഹോളിൻ്റെ ആ പോയിൻറ്റും മുകളിലത്തെ പോയിൻറ്റും വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് കേട്ടോ നമ്മുടെ താഴോട്ടുള്ള ഭാഗം എന്ന് വരുന്നത്. ഇനി ഞാൻ ആദ്യം വരച്ച ആ വരയുടെ പുറത്തുകൂടെയായിട്ടാണ് കഴുത്തിൻ്റെ മുകൾ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് താഴോട്ടേക്ക് നമ്മൾ വരച്ച ആ വരയിൽ കൂടെ തന്നെയും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് 2 സൈഡിലോട്ടുള്ള ഭാഗം നമ്മൾ കുറച്ച് പുറത്തുകൂടെയായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. കാരണം നമുക്ക് നെക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട അളവാണ് ആദ്യം വരച്ച ആ വര കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് വെട്ടിട്ട് കൊടുക്കട്ടോ. എന്നിട്ട് ഇനി ഇത് തിരിച്ചിട്ടിട്ട് നമുക്ക് ആ കോർണർ ഒന്ന് കറക്റ്റ് ഷേപ്പിലാക്കി എടുക്കണം. നമ്മുടെ കയ്യിലുള്ള ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉള്ളിലൂടെ കുത്തി കൊടുത്താൽ നമുക്ക് കറക്റ്റ് അളവിൽ കഴുത്തിൻ്റെ ഇത് കിട്ടും കേട്ടോ. ഇനി നമുക്കിതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി ബാക്ക് കഴുത്തും ഇതേപോലെ തന്നെ ഞാൻ ആദ്യം വരഞ്ഞ വരയിലൂടെ അല്ലാതെ പുറത്തുകൂടെയുള്ള വരയിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ വെട്ടിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇനി ബാക്കിലത്തെ ലൈനിങ് പതിച്ചടിക്കുന്നതിന് മുന്നേ ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്ക് ഷോൾഡറിൻ്റെ ഇതിൽ ഫ്രണ്ടിലത്തെ ഷോൾഡറും കൂടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. മുകളിൽ ഒരു 1 ഇഞ്ചോളാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. നമ്മുടെ സ്റ്റിച്ചിങ് ഷോൾഡറിൽ കാണില്ല. ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ 2 ഷോൾഡറും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നെക്കിൻ്റെ അളവാണ് എടുക്കേണ്ടത്. ഞാൻ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ ടാപ്പ് വെക്കുക. എന്നിട്ട് ഇതുപോലെ അളന്നെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വരുന്ന അളവ് എന്ന് പറയുന്നത് 17.5 ഇഞ്ചിൻ്റെ അടുത്താണ് വരുന്നത്. കറക്റ്റ് 17.5 ഇഞ്ച്. അപ്പോൾ നമ്മൾ താഴോട്ടേക്ക് വേണ്ട പീസിൻ്റെ ഒരു ഭാഗത്ത് നിന്നാണ് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലൊന്ന് മടക്കി വെച്ചിട്ട് നമ്മുടെ നെക്കിൻ്റെ അളവിനുള്ളത് അത്രയും മടക്കി വെച്ചിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതായത് 17.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ 18 ഇഞ്ചോളം നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം. 2 സൈഡും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി 17.5 ഇഞ്ച് ഉണ്ടാവണം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെരിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആദ്യം ഒരു സൈഡ് മടക്കി അടിച്ചിട്ട് മറ്റേ സൈഡ് കുറച്ച് താഴോട്ടാക്കിയിട്ട് മടക്കി അടിച്ച് വെച്ച് കൊടുത്തിട്ട് 2 സൈഡും ഇങ്ങനെ കോർണറാക്കിയിട്ടാണ് നമ്മൾ, അതായത് ഒരു ചെരിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഒരു സൈഡ് നമ്മൾ ഓൾറെഡി അടിച്ച് വെച്ചിട്ടുണ്ട്, മറ്റേ സൈഡ് നമ്മൾ കുറച്ച് താഴ്ത്തിയിട്ടാണ് ഉള്ളത്. അത് നമ്മൾ നെക്കിൻ്റെ മുകളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് തിരിച്ചിടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള നെക്കിൻ്റെ ഷേപ്പ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ തിരിച്ചിട്ട് കഴിഞ്ഞാൽ കിട്ടുക. കാരണം ഞാൻ പറഞ്ഞു ആദ്യം ഒരു സൈഡ് നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്. ആ വീഡിയോ ക്ലിപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടാണ് എടുക്കാൻ പറ്റാഞ്ഞത് ഇതിൽ. അപ്പോൾ ഒരു സൈഡ് അടിച്ചിട്ടുണ്ട്, ഇതുപോലെ അടിച്ചിട്ടുണ്ട്. ഒരു സൈഡ് താത്തിയിട്ടുമാണുള്ളത്. അപ്പോൾ ഇതുപോലെയാണുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ അടിച്ച സൈഡിലുള്ള വേസ്റ്റ് വരുന്ന തുണിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ നെക്കിലേക്കൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അടിക്കാത്ത ഭാഗം ഒന്ന് മടക്കി ഉള്ളിലോട്ടേക്ക് ആക്കി വെച്ചിട്ടാണ് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗവും ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ക്യാൻവാസ് ഒന്നും വെക്കുന്നില്ല, ക്യാൻവാസ് വെക്കാതെ തന്നെയാണ് നെക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ.
ഇനി നമുക്ക് കൈ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു മടക്കേ ഞാൻ മടക്കുന്നുള്ളൂ, കാരണം നല്ല വശമായതുകൊണ്ട് തന്നെ ഒറ്റ മടക്കലേ മടക്കുന്നുള്ളൂ. ഇനി കൈ ഇതുപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ ഫ്രണ്ടിലത്തത് ഒന്ന് കുഴിച്ച് വെട്ടാട്ടോ. ഞാൻ ഇതിൽ വെട്ടുന്നില്ല, കാരണം കൈക്ക് അധികം ഇറക്കം കുറയ്ക്കേണ്ട എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി ഇതുപോലെ, അതായത് കൈ കൂടി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ യോക്ക് പോർഷൻ ഒന്ന് സെൻറ്ററിലൂടെ മടക്കിയിട്ട് 2 സൈഡ് ഒന്ന് കർവ് രൂപത്തിലൊന്ന് വരച്ചിട്ട് ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ യോക്ക് പോർഷൻ്റെ സെൻറ്ററും 2 സൈഡിലോട്ടായിട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ആ സെൻറ്ററിൽ നമ്മൾ സ്ട്രെയിറ്റ് തന്നെയായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. 2 സൈഡിലോട്ടായിട്ടാണ് പ്ലീറ്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ താഴോട്ടുള്ള ഭാഗം ഒന്ന് സെൻറ്ററിൽ കട്ട് ചെയ്യുക. എന്നിട്ട് ആ മാർക്ക് ഇതേപോലെ തന്നെ ഒന്ന് ഈ താഴോട്ടുള്ള ഭാഗത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ സെൻറ്റർ ഒന്ന് വെച്ചിട്ട് സെൻറ്ററിൽ താഴോട്ടുള്ള പീസ് വെച്ചിട്ട് ഇതുപോലെ ആ വര വരെ 2.5 ഇഞ്ച് വരെ സ്ട്രെയിറ്റ് ആയിട്ടും അവിടുന്ന് ബാക്കി ഇങ്ങോട്ടേക്ക് പ്ലീറ്റ്സ് ഇട്ടിട്ടും കൊടുക്കുക കേട്ടോ. അപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഉണ്ടാവുക. അതായത് 2 സൈഡിലോട്ട് പ്ലീറ്റ്സും സെൻറ്ററിൽ സ്ട്രെയിറ്റ് ആയിട്ടും. അപ്പോൾ ഇതായിരുന്നു നമ്മളെ റെഫറൻസ് എന്ന് പറയുന്നത്, ഈ ഒരു ടോപ്പ്. അപ്പോൾ അത് ഒന്ന് അളവിന് വെച്ചിട്ട് സൈഡൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അടിഭാഗവും ഇതുപോലെ മടക്കി അടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്.